പോയി ഒളിക്കാം. നീ അവിടെ പോ. 1 2 3 4 5 ദേവി 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 എവിടെയാ? ദേവിയെ കാണാനില്ല. ഇവിടെ എവിടെങ്കിലും കളിക്കുന്നുണ്ടോ നോക്ക്. എവിടെ പോയി? ദേവി സാറേ, ഞങ്ങളുടെ മോള് വീടിന്റെ പുറത്ത് നിന്ന് കളിക്കുകയായിരുന്നു സാറേ. എടോ നരസിംഹ, ഇവരൊക്കെ എന്തിനാ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? കൊണ്ടുപോയി അകത്തിടേ. ആദ്യം റിംഗ് ടോൺ ഒന്ന് മാറ്റി സാറേ, എപ്പോഴും നീ അവിടെ ഇരുന്ന് നിന്റെ പണി നോക്ക. നോക്കിയതാ സാറേ എല്ലാവരും. പ്രഭ, അവരെന്ത് കേസാ? സാറേ, കൊച്ചിനെ കാണാനില്ലതാ. സാറേ, വീടിന് പുറത്ത് കളിച്ചോണ്ടിരുന്നു സാറേ, അവളെ കാണാനില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചതാ സാറേ. കരയല്ലേ, കരയാതിരിക്കേ. കാണാതെ പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണമായിരുന്നു. കാണാതായിട്ട് കരഞ്ഞിട്ട് എന്താ? സഹോദര, ഓരോ വീട്ടിന് മുമ്പിൽ ഓരോ പോലീസുകാരെ നിർത്താൻ പറ്റോ? അത്രയും പോലീസ് ഉണ്ടോ? കരയല്ലേ, നമുക്ക് കണ്ടുപിടിക്കാം. എടോ പ്രഭ, സാർ, ഇവരെ കുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും വാങ്ങിച്ചോ? വാങ്ങിച്ചു സാർ. കൺട്രോൾ റൂമിലേക്ക് ഇൻഫോം ചെയ്തേക്ക്. ഓക്കേ സാർ. ആ ഡ്രൈവർ സാർ. വണ്ടി എടുക്ക്. യെസ് സാർ. വരൂ പോകാം. പറയൂ കാരണ. സാർ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഇതാ പുറപ്പെട്ടു. എന്ത് സാർ പുറപ്പെടുന്നുള്ളൂ? ഫോട്ടോഗ്രാഫറും ഫോറൻസിക്കൊക്കെ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു സാർ. പുതിയതായിട്ട് ജോയിൻ ചെയ്ത AC വരെ പുറപ്പെട്ടു. ഞാൻ കോർട്ടിൽ ഒരു കാര്യത്തിന് വന്നാ തീർത്തിട്ട് വരാം സാർ. കാരണം പുതിയതായി പണം കാണുന്നവരും പദവിയിലെത്തുന്നവരും അധികാരത്തിലെത്തുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത നിലയിലായിരിക്കും. നീ എന്തിനാ എനർജി വേസ്റ്റ് ചെയ്യുന്നത്? തരുന്ന ശമ്പളമില്ലേ കിട്ടൂ. ഇതാ ഞാനിപ്പോ വന്നേക്കാം. മോനെ, എന്താ ഇത്? കൊറോണ കാലത്ത് ക്ഷേത്രം പൂട്ടി വെച്ചിരിക്കുന്ന പോലെയാണല്ലോ ഇത്. ഇന്നെങ്കിലും ആ ജോലിക്കാരിയോട് ഇതൊന്ന് തുറന്ന് ക്ലീൻ ചെയ്യാൻ പറ, കേട്ടോ? ശരിയാണല്ലോ. എവിടാ അത്? താങ്ക്സ് മോനെ. എന്താ സാറേ, കേസ് CBCIDയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ ഒരു കൊച്ചിനെയാ കൊണ്ടുപോയി കൊന്നത്. ഇയാളെങ്കിലും മര്യാദയ്ക്ക് കണ്ടുപിടിക്കോ? ലോ ആൻഡ് ഓർഡർ ആയിരുന്നെങ്കിൽ കണ്ടുപിടിച്ചേനെ. ജാതിയും ഉപവാസവും ഒക്കെ കാരണം കേസ് CBCIDയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവര് വന്നെങ്കിലേ കണ്ടുപിടിക്കാൻ പറ്റൂ. വിഷയം നമ്മുടെ കൈവിട്ടു പോയി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് സർ. മോർണിംഗ്. വിക്ടിമിന്റെ ബോഡി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞോ? പാരന്റ്സിന് ആളെ അയച്ചിട്ടുണ്ട് സർ. പബ്ലിക്കിനെ ഒന്ന് അലോ ചെയ്യരുത് സർ. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മീഡിയ വേണമെങ്കിൽ അലോ ചെയ്തോളൂ. യെസ് സർ. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്കൊരു പെൺകുട്ടി മിസ്സിംഗ് ആണെന്നുള്ള കംപ്ലൈന്റ് കിട്ടിയിരുന്നു. ഇന്ന് പ്ലേ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചിരുന്ന ചില പിള്ളേര് ഒരു പെൺകുട്ടിയുടെ ബോഡി കണ്ടെന്ന് പറഞ്ഞ് അവർ പോലീസിന് ഇൻഫോം ചെയ്തു. ഞങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ആ മിസ്സിംഗ് ചൈൽഡും ഇവിടെ കിട്ടിയ വിക്ടിമിന്റെ ബോഡിയും ഒന്ന് തന്നെയാണോന്ന് വെരിഫൈ ചെയ്യാനുണ്ട്.